ഹായ് ഓൾ, വെൽക്കം ടു ഇജു വാലി. നമ്മൾ ഇന്ന് കുറെ നാളുകൊണ്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്ലാസ്സസ് ആണ് നോക്കുന്നത്. ISM മലയാളം ടൈപ്പിംഗ് ക്ലാസ്സസ് ആണ് നോക്കുന്നത്. ഇന്ന് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളെ കുറിച്ചാണ് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വരാക്ഷരങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ISM മലയാളം ടൈപ്പിംഗിൽ വ്യഞ്ജനാക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതണേന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഈ ഒരു ക്ലാസ് നമ്മൾ പല പല ഗ്രൂപ്പുകളായിട്ടാണ് പഠിക്കുന്നത്. കുറച്ചും കൂടെ എളുപ്പം അതാണ്. സോ ആദ്യത്തെ സെറ്റ് ഓഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കായുടെ ഗ്രൂപ്പാണ്. അപ്പം അതിനു മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോഗിൾ കീസ് എപ്പോഴും ഓഫ് ആണ് എന്നുള്ളത് കൺഫേം ചെയ്യുക. ടോഗിൾ കീസ് അറിയാലോ, സ്ക്രോൾ ലോക്ക്, ക്യാപ്സ് ലോക്ക്, അതുപോലെ തന്നെ നമ്പർ ലോക്ക്. ഇത് മൂന്നും എന്താണ്, ലോക്ക് ആണ് അല്ലെങ്കിൽ ഓഫ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കാക്കയിലെ ക ആ ഒരു അക്ഷരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കെ എന്ന് പറയുന്ന കീ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക എന്നുള്ള അക്ഷരത്തിന് കെ എന്നുള്ള ആ ഒരു കീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് ഏതാണ്? നഖത്തിലെ ഘ ആ ഒരു അക്ഷരത്തിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് കെ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ കാക്കയിലെ കാക്കി കെയും നഖത്തിലെ ഘാക്ക് ഷിഫ്റ്റ് കെയും. ഇനി ഗംഗയിലെ ഘാക്ക് വേണ്ടി നമ്മൾ ഐ ആണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ? ഇനി മേഘത്തിലെ ഘാക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് ഐ ആണ് ഉപയോഗിക്കുന്നത്. ങ എന്നുള്ള അക്ഷരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? ഷിഫ്റ്റ് യു ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ക്ലിയർ ആണോ? കെ ഷിഫ്റ്റ് കെ, ഐ ഷിഫ്റ്റ് ഐ, യു. ഇതൊരു ഗ്രൂപ്പ് ചെയ്ത് പഠിക്കാമല്ലോ. കായുടെ ഗ്രൂപ്പാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ രണ്ടെണ്ണം കെ ഷിഫ്റ്റ് കെ, രണ്ടാമത്തെ രണ്ടെണ്ണം ഐ ഷിഫ്റ്റ് ഐ, പിന്നെന്താണ് ഷിഫ്റ്റ് യു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അല്ലേ? അപ്പൊ അതങ്ങനെ പഠിച്ചു വെക്കുക. കെ ഐ യു എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. കെ ഷിഫ്റ്റ് കെ, ഐ ഷിഫ്റ്റ് ഐ, യു എന്നുള്ള രീതിയിൽ പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത സെറ്റാണ് ചായയുടെ സെറ്റ്. അപ്പൊ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള ചാക്ക് വേണ്ടി, ആദ്യത്തെ ചാക്ക് വേണ്ടി നമ്മൾ സെമി കോളൻ ആണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ചാക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് സെമി കോളൻ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ജീരകം എന്നുള്ള ജാക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പി. ക്ലിയർ? അപ്പൊ അടുത്ത ജാക്ക് വേണ്ടി, ഝാൻസി എന്നുള്ള ജാക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഷിഫ്റ്റ് പി ആണ്. ക്ലിയർ ആണോ? ഷിഫ്റ്റ് പി. അടുത്തത് എന്താണ്? ഞാക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഷിഫ്റ്റ് പ്ലസ് എന്താണ്? ക്ലോസ്ഡ് സ്ക്വയർ ബ്രാക്കറ്റ്. ക്ലിയർ? അപ്പൊ ഇതാണ് അടുത്ത സെറ്റ്. സെമി കോളൻ, ഷിഫ്റ്റ് സെമി കോളൻ, പി, ഷിഫ്റ്റ് പി, ക്ലോസ്ഡ് സ്ക്വയർ ബ്രാക്കറ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക കറസ്പോണ്ടിങ് ചായയുടെ ടേംസിന്. അപ്പൊ ഇതാണ് ഇതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഏതാണ് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് പഠിക്കാൻ എളുപ്പമാണ്. സെമി കോളൻ, പി, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് പഠിക്കാനുള്ളത്. പിന്നെ രണ്ടെണ്ണം ഷിഫ്റ്റ് കൂടെ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഓർത്തിരുന്നാൽ ഈ ഭാഗം ക്ലിയർ ആണ്, എളുപ്പമാണ് പഠിക്കാനായിട്ട്. ഓക്കെ, then അടുത്തതാണ് ടായുടെ ടേമുകൾ. ടട്ടാഡണ്ടന. കുട എന്നുള്ള ഢാക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? സ്ലാഷ് ആണ്, സിംഗിൾ കോട്ട്സ് ആണ്. സിംഗിൾ കോട്ട്സ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ പഠനം എന്നുള്ള ഢാക്ക് വേണ്ടി ഷിഫ്റ്റ് സിംഗിൾ കോട്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സിംഗിൾ കോട്ട്സും ഷിഫ്റ്റ് സിംഗിൾ കോട്ട്സും. ഇനി മൂന്നാമത്തെ ഢാക്ക് വേണ്ടി നമ്മൾ ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. നാലാമത്തതിന് വേണ്ടിയിട്ട് അപ്പൊ ഏതാണ് പറഞ്ഞേ? ഷിഫ്റ്റ് ഷിഫ്റ്റ് പ്ലസ് ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. നാക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാ? ഷിഫ്റ്റ് സി ആണ് നമ്മൾ നാക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ സിംഗിൾ കോട്ട്സ്, ഷിഫ്റ്റ് സിംഗിൾ കോട്ട്സ്, ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ്, ഷിഫ്റ്റ് പ്ലസ് ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ്, സി എന്നുള്ളത്, ഷിഫ്റ്റ് സി എന്നുള്ളത് പഠിച്ചു വെക്കുക. ഏതിനൊക്കെയാണ്? കറസ്പോണ്ടിങ് ഡട്ടാഡണ്ടന. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നോക്കുക. ഡായുടെ ഗ്രൂപ്പാണ് നമ്മളിപ്പോ പറഞ്ഞത് കേട്ടോ. ദെൻ അടുത്ത സെറ്റ് നോക്കിക്കേ, തായുടെ സെറ്റാണ്. തത്തയിലെ താക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാ? എൽ ആണ്. ക്ലിയർ? എൽ ആണ് ഉപയോഗിക്കുന്നത്. എൽ എന്ന് പറയുന്ന കീ ആണ്. രഥത്തിലെ ധാക്ക് വേണ്ടിയിട്ട് അപ്പൊ എന്തായിരിക്കും? എന്റെ കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് എത്തിക്കാണുമല്ലോ. യെസ്, ഷിഫ്റ്റ് എൽ ആണ് ഉപയോഗിക്കുക. രണ്ടാമത്തെ രഥത്തിലെ ധാക്ക് വേണ്ടി ഷിഫ്റ്റ് എൽ ആണ് ഉപയോഗിക്കുന്നത്. ഇനി ദയയിലെ ധാക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഓ ആണ്. ഓ, ഇംഗ്ലീഷ് ലെറ്റർ
ഓ ആണ് ധാക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ പറഞ്ഞേ, ധനത്തിലെ ധാക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാ? ഷിഫ്റ്റ് പ്ലസ് ഓ. ക്ലിയർ? ഇനി ന എന്ന് പറയുന്ന ഒരു അക്ഷരം അവിടെ ഉണ്ട്. നാക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? വി ആണ്. ക്ലിയർ? വി ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ പഠിക്കാനുള്ളത് എൽ, ഷിഫ്റ്റ് എൽ, ഓ, ഷിഫ്റ്റ് ഓ, വി. അതായത് പ്രധാനമായിട്ടും എൽ ഒ വി എന്നാണ് ഈ ഒരു സെറ്റിന് പഠിക്കേണ്ടത്. തായുടെ സെറ്റിന് എൽ ഒ വി എന്ന് പഠിക്കുക. ഇനി അടുത്ത സെറ്റ് നോക്കിയേ, പായുടെ സെറ്റാണ്. പനയിലെ പാക്ക് വേണ്ടി നമ്മൾ ആദ്യമായിട്ട് എഴുതുന്നത് എച്ച് ആണ്. ഫലത്തിലെ ഫാക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഷിഫ്റ്റ് എച്ച് ആണ്. ബലൂണിലെ ഭാക്ക് വേണ്ടി നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? വൈ ആണ്. ഭരണിയിലെ ഭാക്ക് വേണ്ടി അപ്പൊ എന്താണ്? ഷിഫ്റ്റ് വൈ ആണ്. മാ എന്ന് പറയുന്ന അക്ഷരം അവിടെ ഉണ്ട്. മാക്ക് വേണ്ടി ഏതാണ് ഉപയോഗിക്കുക? മാക്ക് വേണ്ടി നമ്മൾ സി ആണ് ഉപയോഗിക്കുക. അപ്പൊ പായുടെ സെറ്റിൽ നോക്കുക, പായുടെ ടേംസിൽ നോക്കുകയാണെങ്കിൽ എച്ച്, ഷിഫ്റ്റ് എച്ച്, വൈ, ഷിഫ്റ്റ് വൈ, സി എന്നുള്ളത് കറക്റ്റ് പഠിച്ചു വെക്കുക. അടുത്ത സെറ്റില് യാ, രാ, ല, വ 4 അക്ഷരങ്ങളാണുള്ളത്. യാക്ക് വേണ്ടി നമ്മൾ സ്ലാഷ് ആണ് ഉപയോഗിക്കുന്നത്. രാ എന്നുള്ള അക്ഷരത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ജെ ആണ്. ല എന്ന് പറയുന്ന അക്ഷരത്തിന് വേണ്ടി നമ്മൾ എൻ ആണ് ഉപയോഗിക്കുന്നത്. വ എന്നുള്ള അക്ഷരത്തിന്, വാഴയിലെ വാക്ക് വേണ്ടി നമ്മൾ ബി ആണ് ഉപയോഗിക്കുക. അപ്പൊ യാ, രാ, ല, വ 4 അക്ഷരങ്ങൾ നോക്കുക. യാക്ക് വേണ്ടി സ്ലാഷ് ആണ്. രാ എന്നുള്ള അക്ഷരത്തിന് വേണ്ടി ജെ ആണ്. ല എന്നുള്ള അക്ഷരത്തിന് എൻ ആണ്. വ എന്നുള്ള അക്ഷരത്തിന് ബി ആണ്. ഇത് ഇങ്ങനെ കറക്റ്റ് പഠിച്ചു പോവാം. ഓക്കെ, പഠിച്ചു വെച്ചേക്കുക, ആവശ്യം വരും. ഇനി അടുത്ത സെറ്റ് നോക്കുന്ന സമയത്ത് ഷ, ഷ, സ, ഹ 4 അക്ഷരങ്ങളാണുള്ളത്. ആശയിലെ ഷാക്ക് വേണ്ടി നമ്മൾ ഷിഫ്റ്റ് എം ആണ് ഉപയോഗിക്കുന്നത്. ഷ എന്നുള്ള വിഷയം, വിഷം എന്നൊക്കെയുള്ള ഷാക്ക് വേണ്ടി നമ്മൾ ഏതാ ഉപയോഗിക്കണേ? ഷിഫ്റ്റ് ലെസ് ദാൻ ആണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ഷിഫ്റ്റ് ലെസ് ദാൻ ആണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് നോക്കിയേ, സ, സന്ധ്യ എന്നുള്ള സക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എം ആണ്. ക്ലിയർ ആണോ? എം എന്ന് പറയുന്ന ലെറ്റർ ആണ് സാക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ഹ, ഹാരം. അങ്ങനെയൊക്കെ പറയുന്ന ആഹാരത്തിനകത്തെ ഹ, ആ ഹ എന്നുള്ള അക്ഷരത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് യു ആണ്. ക്ലിയർ ആണോ? ഷിഫ്റ്റ് എം, ഷിഫ്റ്റ് ലെസ് ദാൻ എം, യു എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത സെറ്റില് ല, ഴ, റ 3 അക്ഷരങ്ങളാണുള്ളത്. നോക്കുക, ള, തവള എന്നുള്ള ളാക്ക് വേണ്ടി നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? ഷിഫ്റ്റ് എൻ എന്നുള്ള അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. നോക്കിയേ, ഷിഫ്റ്റ് എൻ എന്ന് പറയുന്ന അക്ഷരമാണ്, ആ ഒരു കീ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഷിഫ്റ്റ് എൻ എന്നുള്ളത് ഓർക്കുക. ഇനി ഓർക്കുക, എൻ എന്നുള്ള ആ ഒരു ലെറ്റർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ നമ്മൾ എവിടെ ഉപയോഗിച്ചത്? ല എന്നുള്ള അക്ഷരത്തിന് വേണ്ടിയിട്ടാണ്. ല എന്നുള്ള അക്ഷരത്തിന് എന്നും ള എന്നുള്ള അക്ഷരത്തിന് ഷിഫ്റ്റ് എൻ എന്നുള്ളത് പഠിച്ചു വെക്കുക. അടുത്തത് നോക്കുക, ഴ എന്ന് പറയുന്ന അക്ഷരം. ഴക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് ബി ആണ് എടുക്കുന്നത്. ഷിഫ്റ്റ് ബി. ബി നമ്മൾ എവിടെയാ പഠിച്ചേ? വ എന്നുള്ള അക്ഷരം എഴുതാനായിട്ടാണ്. അപ്പൊ ബി ഫോർ വ, ഷിഫ്റ്റ് ബി ഫോർ ഴ എന്നുള്ളത് പഠിച്ചു വെക്കുക. ദെൻ റ എന്നുള്ള അക്ഷരത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഷിഫ്റ്റ് ജെ ആണ്. ജെ നമ്മൾ എന്തിനാ പഠിച്ചേ? രാ. അപ്പൊ ഈ ഒരു 6 എണ്ണം കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. എളുപ്പമാണ്. 3 എണ്ണം പഠിച്ചാൽ 3 എണ്ണം കിട്ടും. ഓക്കെ, ഷിഫ്റ്റ് ഉള്ളത് ഏതാണ്, ഷിഫ്റ്റ് ഇല്ലാത്തത് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ ഇതാണ് ഈ ഒരു വ്യഞ്ജനാക്ഷരങ്ങളിൽ പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ദിവസം അടുത്ത ഭാഗങ്ങളാണ്, കൂട്ടക്ഷരങ്ങളാണ് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.